ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ബീറ്റ്സ്. നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിനായിട്ട് ഞാൻ 1 kg ചിക്കനും അതുപോലെ 1 kg ജീര റൈസും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ പീസസ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മസാലാസൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇനി ഇത് ഫ്രീസറിൽ വെക്കാം. മിനിമം 1 hour എങ്കിലും വെക്കണം. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞ് വെക്കാം. ഈ ഒരു സൈസിലുള്ള ഉള്ളിയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു 9 ഉള്ളി എടുത്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാനും അതുപോലെ മസാലയ്ക്കും ഒക്കെ ആയിട്ട് ടോട്ടൽ 9 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ കുറച്ച് കിസ്മിസും കൂടി വേണം. ഇനി ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു എടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യുന്നതും അതുപോലെ മസാല ആക്കാനും എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാം. നല്ല ബോൾസായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. കാഷ്യൂനട്ട് കൂടി വറുത്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനിയിപ്പോൾ ടൈം ഇല്ലെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ്സ് എങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ വേവിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഉള്ളിൽ കറക്റ്റ് വേവില്ല. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. അതിന് ഇത്രയും എണ്ണ ആവശ്യമില്ല, അപ്പോൾ കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു 7 ഉള്ളിയുണ്ട്. ഇനി 2 മീഡിയം സൈസ്ഡ് തക്കാളി, ഈ സൈസിലുള്ള ഇഞ്ചി, ഒരു മുഴുവൻ വെളുത്തുള്ളി, 4 പച്ചമുളക് എന്നിവ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. മസാലയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനാണ് കേട്ടോ ഇത്. ഇനി മസാല തയ്യാറാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് മസാല പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല, ചിക്കൻ മസാല, പഞ്ചസാര എന്നിവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരല്പം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. വെള്ളം ഒന്ന് വറ്റട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടിയും നേരത്തെ അരിഞ്ഞു വെച്ചതിൽ നിന്ന് 1 പിടി മല്ലിച്ചപ്പും പുതിനയിലയും കുറച്ച് ഫ്രൈഡ് ഒനിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം.
നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കഷ്ണം ചെറുനാരങ്ങ, ഒരു 4 പീസ് കറുവപ്പട്ട, 7 ഏലക്ക, ഒരു 15 ഗ്രാമ്പൂ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് 1 കിലോ ജീര റൈസ് ആണ്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കിലോ റൈസിന് 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ചധികം ഉപ്പ് മുമ്പിൽ നിൽക്കണം, എന്നാൽ മാത്രമേ ചോറ് വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് കിട്ടുള്ളൂ. ഇനി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെന്ത് കഴിയുമ്പം പരസ്പരം മുട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി കഴുകി വെച്ച 1 കിലോ അരി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. വെള്ളം മുഴുവനായിട്ടും വറ്റട്ടെ. ചോറ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. മസാലയിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് ഫ്രൈഡ് ഓനിയനും ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഗാർണിഷ് ചെയ്യാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സ് വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സമയം കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തത് ചെമ്പരത്തിയിലത്തോരൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും പോയി കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്